ഗുഡ് സ്ലീപ്പിനും നല്ല ഹെയർ ഗ്രോത്തിനും ഹെയർ മസാജ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുക. നമുക്ക് മസാജ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സ്റ്റോപ്പ് വാച്ചിൽ 10 സെക്കൻഡ്സ് സെറ്റ് ചെയ്തതിന് ശേഷം മസാജ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മസാജ് ഇതാണ്. ക്ലോക്ക് വൈസിൽ 10 സെക്കൻഡ്സ് ഇതുപോലെ മസാജ് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസിലും 10 സെക്കൻഡ്സ് ഇതുപോലെ മസാജ് ചെയ്യുക. അടുത്തത് 2 ഫിംഗർ മസാജാണ്. 2 ഫിംഗർ എടുത്തതിന് ശേഷം നെക്കിൻ്റെ ബാക്കിൽ ഇതുപോലെ പ്ലേസ് ചെയ്യുക. ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും 10 സെക്കൻഡ്സ് മസാജ് ചെയ്യുക. അടുത്ത മസാജ് ചെവിയുടെ പിൻഭാഗത്താണ്. ഇതേപോലെ വിരലുകൾ വെച്ചിട്ട് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും മസാജ് ചെയ്യുക. ഫോർഹെഡ് മസാജ് 3 സ്ഥലത്താണ്. ഒന്ന് ഇതുപോലെ നേരെ സെൻറ്ററിൽ, 2 സൈഡിൽ നമ്മുടെ കണ്ണിന് മീതെയായിട്ട്, അതിനുശേഷം ചെവിക്ക് ജസ്റ്റ് മുകളിലായിട്ടും ഇതേപോലെ തന്നെ മസാജ് ചെയ്യണം. കൈ ഇതുപോലെ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ നെറുകയിൽ തൊട്ടിട്ട് ബാക്കിലോട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ മസാജസും ചെയ്യേണ്ടത് 10 സെക്കൻഡ്സ് വീതമാണ്. ഫിംഗേഴ്സ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് മീഡിയം പ്രഷറിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതും ചെയ്യേണ്ടത് 10 സെക്കൻഡ്സ് ആണ്. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് മീഡിയം പ്രഷറിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതും ചെയ്യേണ്ടത് 10 സെക്കൻഡ്സ് ആണ്. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടും മീഡിയം പ്രഷറിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ 2 സൈഡിലും ഇതുപോലെ പ്രഷർ കൊടുത്തുകൊണ്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഹോൾഡ് ചെയ്യുക 10 സെക്കൻഡ്സ് വീതം. ഓക്കെ. അടുത്തത് കൈകൾ ഇങ്ങനെ മുഷ്ടി പിടിച്ചിട്ട് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക. ബാക്കിലോട്ട് പോയ അതേപോലെ തന്നെ ഫ്രണ്ടിലോട്ടും ഡാബ് ചെയ്ത് കൊടുക്കുക. ഇതും ചെയ്യേണ്ടത് 10 സെക്കൻഡ്സ് ആണ്. ഈ ഫിംഗേഴ്സ് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ സെൻറ്ററിൽ, ഹെഡിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും മസാജ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നെക്കിലാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. ഇതുപോലൊരു ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ കഴുത്ത് പിടിക്കുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ഇങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെവി വരെ സ്ലോലിയാണ് ചെയ്യേണ്ടത്. 2 സൈഡിലും ചെയ്യണം. ഞാൻ ഒരു സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സ്ലോലിയാണ് ചെയ്യേണ്ടത്. ഒത്തിരി പ്രഷർ കൊടുത്തുകൊണ്ടല്ല, ലൈറ്റായിട്ടാണ്. ഓക്കെ. അടുത്ത മസാജ് ജസ്റ്റ് ഇങ്ങനെ ഫിംഗേഴ്സ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇത് മൈഗ്രെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുന്നതിന് സഹായിക്കും ഈ എൻറ്റയർ മസാജ് എന്നാണ് പറയുന്നത്. സോ എൻറ്റയർ ഹെഡ് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അടുത്ത മസാജ് ഹെയർ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഒത്തിരി പ്രഷർ കൊടുത്തുകൊണ്ട് വലിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കെയർഫുള്ളി ചെയ്യുക. അതിനുശേഷം നല്ലോണം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോയുടെ എൻറ്റയർ വീഡിയോ വേണം, അല്ലെങ്കിൽ നമ്പർ എണ്ണിക്കൊണ്ട് വീഡിയോ വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടാൻ മറക്കാതിരിക്കുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്. ലോട്ട്സ് ഓഫ് ലവ്. ബൈ.